പൂർണിമ, നമുക്കൊരു ടൂർ പോയാലോ? എങ്ങോട്ട്? വല്ല ബാംഗ്ലൂറോ മൈസൂറോ? ഈ കുട്ടിക്ക് വട്ട. ശരിക്കും വട്ട തന്നെ. നിന്റെ ശ്വാസം, നിന്റെ ഗന്ധം, നിന്റെ രൂപം ഒക്കെ എന്നെ മത്ത് പിടിപ്പിക്കുന്നു. ഈ വെപ്രാളം നല്ലതിനല്ല. അരുണിനോട് ഞാൻ പറഞ്ഞല്ലോ, കുട്ടിയെ എനിക്കിഷ്ടാ. ഈ വാരി വലിച്ചു തിന്നാനുള്ള ആർത്തിയുണ്ടല്ലോ, അത് കൊള്ളില്ല. എന്നെ സേഫ് ഗാർഡ് ചെയ്യാനുള്ള കഴിവ് നിനക്ക് എപ്പോ ഉണ്ടായി എന്ന് എനിക്ക് തോന്നുന്നോ, വിളിച്ചോ, കൂടെ വരാം, എവിടെ വേണേലും. അപ്പോ ഇനി ടെസ്റ്റ് എക്സ്പെരിമെന്റ്സ് ഒക്കെ ഉണ്ട്. ആണല്ലോ. ചിലപ്പോ ആ പരീക്ഷയിൽ ഞാൻ ഫെയിലായെന്ന് നിങ്ങൾക്ക് തോന്നിയാലോ? അതപ്പോഴല്ലേ, ഇപ്പൊ എന്തിനാ ചിന്തിക്കണേ? പൂർണിമ, എനിക്ക് വിശ്വാസമുണ്ട്, നിനക്കെന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. ശരിക്കും പൂർണിമ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അതോ ഇപ്പോഴും അഭിനയം തന്നെയാ? അഭിനയിച്ച് എനിക്കിപ്പോ അരുണിനോട് எவ்வளவு தைரியம் என் முன்னாடி விளையாடுறதுக்கு? பீஸ் பீஸா கட் பண்ணி போடுவேன். ஓடி ஓடி. சின்ன பையன், அழகான உடம்பு, என் கைய பாரு, ரஃப்பு. போடா, தேன் இருக்கிற பூவை தேடி வண்டு வரலாம், தப்பல்ல. ஆனா வண்டு இருக்கிற பூவில இனி ஒரு வண்டு வரக்கூடாது, தப்பு. புரிஞ்சுதான்? அவள் எந்த பண்ணு, அவள் பின்னாடி நீ வரவே வரக்கூடாது. ആരാവൻ? ഭർത്താവാണോ? സ്നേഹിച്ചിരുന്ന ആളാ? പിന്നെ ബന്ധുവോ മറ്റോ? പിന്നെ ആരാ ബാസർ?
പൂർണിമയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഗട്സ് എനിക്കുണ്ട്. പറ, ഹൂ ഇസ് ദാറ്റ് ഗൈ? മറക്കാനൊക്കില്ല ആ രാത്രി. അന്ന് അച്ഛന്റെ ആണ്ടുബലിയൊക്കെ കഴിഞ്ഞ് തറവാട്ടിൽ നിന്ന് അവസാനത്തെ വണ്ടിയിലാ മടങ്ങിയത്. ജംഗ്ഷനിൽ നിന്ന് പിന്നെയും പോണ 8-9 കിലോമീറ്റർ എന്റെ വീട്ടിലെത്താൻ. ഇരുട്ടിക്കഴിഞ്ഞാൽ കാളവണ്ടിയും കുതിരവണ്ടിയും അല്ലാതെ മറ്റൊരു വഴിയുമില്ല പോകാൻ. അങ്ങനെ ഒരു പരിചയമുള്ള കാളവണ്ടിയില് ഞാനും അമ്മയും കയറി. டீசல் தீர்ந்து போயாச்சு. ஒரு லிஸ்ட் கொடுத்தா நல்லா இருக்கும். போயா பറ്റില്ല. துட்டு கொடுக்கலாம்னே. உள்ள யாரும் இருக்க முடியாதுன்னு சொல்லியாச்சு இல்லையா? இந்த பாரு, என் வண்டியில வந்து ஆடு மாடு அண்ணே. கோழி இவங்க. ടൈം എന്തായിന്നറിയോ? ഇനി അവർക്ക് വേറെ വണ്ടി കിട്ടില്ല. കയറിക്കോട്ടെ, പാവം. ആ ഏറ്. ഇപ്പൊ വന്ന് നീ ഒന്നാം പ്രതി, നിന്റെ അമ്മ രണ്ടാം പ്രതി, ഞാൻ സാക്ഷി. ആന ഏതോ കാളവണ്ടിക്കാരനുക്ക് വേണ്ടി അഴകാന ഒരു പെണ്ണിനെ ഞാൻ ജയിലിലേക്ക് വിടമാട്ടെ. ആരും അറിയാതെ ഇത് ഞാൻ എങ്കിയാവത് കളഞ്ഞിട്ട് വരാം. വെയിറ്റ് ചെയ്യും.
തിരിച്ചെത്തും മുമ്പ് ഞാൻ അമ്മയെയും കൊണ്ട് രക്ഷപ്പെട്ടു. ഇതിനിടെ വണ്ടിക്കാരനെ കാണാതായത്. ഞങ്ങളുടെ കുഗ്രാമത്തിൽ വലിയ കോളിളക്കായി. ദൈവാധീനത്തിന് ആരും ഞങ്ങളെ സംശയിച്ചില്ല. പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തിയത് മൈക്കിൾ വീണ്ടും ഞങ്ങളെ തേടി വരുന്നതിന് കാരണമായി. പേടിപ്പിക്കലും പീഡനവും സഹിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ അവനെ പേടിച്ച പോലെ അവന് ഞങ്ങളെയും പേടിയായിരുന്നു. അവനെ ഒറ്റിക്കൊടുത്താലോ എന്ന പേടി. അതുകൊണ്ടാവാം ബ്ലാക്ക് മെയിലിങ്ങിന് എന്ന പോലെ അവൻ പിന്നാലെ കൂടിയത്. പിന്നൊന്നും ആലോചിച്ചില്ല. ആ രാത്രി തന്നെ അവിടുന്ന് വിട്ടു. നേരെ ഇങ്ങോട്ട്. എന്നിട്ടും രക്ഷപ്പെട്ടില്ല. ഒരു കുരുക്കിന്ന് ചാടിയത് 2 കുരുക്കിൽ വീണു. ഒന്നവൻ, പിന്നൊന്ന് കുട്ടി. പൂർണ്ണിമയ്ക്ക് ഒരിക്കലും ഞാനൊരു ഭാരമാവില്ല. പക്ഷെ കുട്ടിക്ക് ഞാനൊരു ഭാരമായി തീർന്നില്ലേ?